നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് 10 ദിവസം മാത്രം ശേഷിക്കെ മന്ത്രിമാരുടെ ഓഫീസുകളെല്ലാം ഒഴിയുന്നതിന്റെ തിരക്കിലാണ്. മന്ത്രിമാരുടെ ഓഫീസിലെ ജീവനക്കാർ എല്ലാം പെറുക്കി കെട്ടിക്കൊണ്ടു പോകുന്നു. അതായത് പെട്ടിയും പ്രമാണവും കിടക്കയും തലയിണയും ഉൾപ്പെടെ ചുരുട്ടിക്കൂട്ടിക്കൊണ്ടാണ് മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥർ പോകുന്നത്. ഇനി തുടർഭരണം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാം പെറുക്കി കൂട്ടിക്കൊണ്ട് പോകാൻ മന്ത്രിമാർ നിർദ്ദേശം കൊടുത്തോ എന്നുള്ള ഒരു ട്രോൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ നിന്ന് വല്ല ലോറിയും പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നും ട്രോളന്മാർ നോക്കുന്നുണ്ട്. കാരണം ഇരട്ടച്ചങ്കൻ അവിടെ നിന്ന് തായ്ക്കണ്ടിയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണോ എന്നുള്ള പരിഹാസങ്ങളൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ സ്ഥിരം മാധ്യമങ്ങൾക്ക് മുൻപിൽ നിറഞ്ഞു നിന്നിരുന്ന പിണറായിയെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയിട്ടും എവിടെയും കാണാനില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം മെയ് 4-നാണ്, വോട്ടെണ്ണുന്നത് മെയ് 4-നാണ്. അപ്പോൾ അതുവരെ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം കേരളത്തിൻ്റെ. പക്ഷേ ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയും ട്രോളന്മാർ ഉയർത്തുകയാണ്. LDF സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ എത്തിയാലും നിലവിലെ മന്ത്രിമാർക്ക് വീണ്ടും മന്ത്രിസ്ഥാനവും അതേ വകുപ്പും ഓഫീസും ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് സ്റ്റാഫുകൾ സ്വകാര്യ വസ്തുക്കളടക്കം മാറ്റി ഓഫീസ് ഒഴിയുന്ന തിരക്കിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. അല്ലാതെ ട്രോളന്മാർ പറയുന്നത് പോലെ അങ്ങനെ തുടർഭരണം കിട്ടില്ല എന്നുറപ്പായതുകൊണ്ട് കെട്ടിപ്പെറുക്കി പോകുന്നതല്ല. ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നവരല്ലല്ലോ രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ CPM-കാർ പറയുന്നുണ്ട് തുടർഭരണം ഉറപ്പാണെന്ന്. അപ്പോൾ മൂന്നാം ടേമിൽ വേറെ മന്ത്രിമാരെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും പിണറായിക്ക് മാറ്റമൊന്നും വേണ്ടി വരില്ല. ക്ലിഫ് ഹൗസിൽ സാധനങ്ങൾ മാറ്റേണ്ടതില്ല, ഓഫീസിൽ നിന്നും സാധനങ്ങൾ മാറ്റേണ്ടതില്ല. പിണറായി തന്നെ ആയിരിക്കുമെന്ന് അന്തം കമ്മികൾ ട്രോളന്മാർക്ക് മറുപടി കൊടുക്കുകയാണ്. എന്തായാലും അത് മറ്റൊരു വശം. ഇവിടെ നമുക്ക് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം കൂടി പറയാനുണ്ട്. മുഖ്യമന്ത്രിയും ഭൂരിപക്ഷം മന്ത്രിമാരും ഇപ്പോൾ ഓഫീസിൽ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. തലസ്ഥാന ജില്ലയിലെ മന്ത്രിമാരായ V. ശിവൻകുട്ടിയും GR അനിലും മിക്ക ദിവസങ്ങളിലും ഓഫീസിൽ എത്തുന്നുണ്ടെങ്കിലും കുറച്ച് സമയം മാത്രമാണ് അവിടെ ചെലവഴിക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ വരും, തുടർഭരണം ഉണ്ടാകും. അതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്തായിരുന്നു? CPM-കാർ തലപ്പൊക്കത്തിൽ കൊണ്ടുനടന്ന ടാഗ് ലൈൻ നമ്മളല്ലാതെ മറ്റാര്, ഞങ്ങളല്ലാതെ മറ്റാര്, അതായത് LDF അല്ലാതെ മറ്റാര് എന്നുള്ളതായിരുന്നു ആ ഒരു ടാഗ് ലൈൻ. പക്ഷേ ഇപ്പോൾ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഓഫീസുകളിൽ കാണാനില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇവരെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും പത്രസമ്മേളനങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളുമായി ശിവൻകുട്ടി സജീവമാണ്. മറ്റു പല മന്ത്രിമാരും തെരഞ്ഞെടുപ്പിന് ശേഷം ഇടയ്ക്ക് 1-2 ദിവസമൊക്കെയാണ് ഓഫീസിൽ എത്തുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് ബുധനാഴ്ച തലസ്ഥാനത്തെത്തിയ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹവും ഓഫീസിലെത്തിയിട്ടില്ല. മറ്റ് ജില്ലകളിലുള്ള പല മന്ത്രിമാരും തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഭരണപരമായ നടപടികളൊന്നും ചെയ്യാനില്ലാത്തതിനാലാണ് മന്ത്രിമാർ ഓഫീസിൽ എത്താത്തത് എന്നാണ് വിശദീകരണം. ഇതിനിടെ നടന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമടക്കം ഓൺലൈനായിട്ടാണ് ചേർന്നത്. ഇന്ന് നടന്ന ഉഷ്ണപ്രതിരോധ ആലോചനാ യോഗവും ഓൺലൈനായിട്ടായിരുന്നു നടന്നത്. അടുത്ത മന്ത്രിസഭ അധികാരമേൽക്കും വരെ നിലവിൽ മന്ത്രിമാർ തുടരുമെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ തന്നെ മന്ത്രിമാരും സ്റ്റാഫും ഓഫീസ് ഒഴിയുന്നതാണ് പതിവ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മന്ത്രിമാരുടെ സാധനങ്ങൾ ഉൾപ്പെടെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും സാധനങ്ങളാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സെക്രട്ടേറിയറ്റിൽ നിന്നെല്ലാം പൊളിച്ചുകൊണ്ട് പോകുകയല്ല, ഞങ്ങൾ തന്നെ വീണ്ടും വരും എന്ന് ഇടതുപക്ഷക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞു മൂങ്ങി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മന്ത്രിമാർ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ മന്ത്രിമാരെ ആരെയും കാണാനില്ല എന്നുള്ള ഒരു വിമർശനവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. എന്നാൽ മറ്റ് സർക്കാരിന് നേരെയുള്ള വിമർശനങ്ങൾ അതിരൂക്ഷമായി തുടരുകയും ചെയ്യുന്നുണ്ട്. കൊടും ചൂടൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ ഇങ്ങനെ കറണ്ട് കട്ട് അതൊട്ടും ശരിയല്ല എന്ന് സർക്കാരിന് നേരെ വലിയ വിമർശനം വരുന്നുണ്ട്. മാത്രമല്ല ഈ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിലെ വലിയൊരു പ്രചാരണ ആയുധം തന്നെ ഇതായിരുന്നല്ലോ, പവർ കട്ടില്ലാത്ത 10 വർഷം. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഇപ്പോൾ ഇടയ്ക്കിടെ കറണ്ട് പോകുകയാണ്. വല്ലാതെ നമ്മളുടെ ഫ്യൂസ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊട്ടും ശരിയല്ല എന്ന് ജനങ്ങൾ സർക്കാരിനോട് പറയുന്നുണ്ട്.
എന്തായാലും ഈ കൊടുംചൂടിനിടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ കൃത്യമായി സർക്കാരിന് മറുപടി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ കൊട്ടിഘോഷിച്ച പവർ കട്ടില്ലാത്ത 10 വർഷം എന്നത് വെറും പെരും നുണയാണെന്ന് തെളിഞ്ഞതായും അദ്ദേഹം വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ UDF ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു വശത്ത് ഞങ്ങൾ തന്നെ തുടരുമെന്ന് CPM-കാർ വാദിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്തു കൂടി നിങ്ങളുടെ കാലത്ത് നടന്ന എല്ലാ അഴിമതിയും ഞങ്ങൾ അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇരുകൂട്ടരുടെയും അടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വി.ഡി. സതീശൻ പങ്കുവച്ചിരുന്നു. അതിൽ സർക്കാരിന് നേരെ ഈ ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. കൊടും ചൂടിനിടെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതാണോ പിണറായി വിജയനും മന്ത്രിമാരും മുതൽ സൈബർ പോരാളികൾ വരെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിപ്പൊക്കിയ പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന പെരുന്നുണ? വൈദ്യുതി ബില്ലിനെ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചവരാണ് ഇപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നത്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉടൻ പിൻവലിക്കണം. ജനങ്ങളെ വെല്ലുവിളിച്ച് വൈദ്യുത നിയന്ത്രണം തുടർന്നാൽ UDF ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. അഴിമതി ലക്ഷ്യമിട്ട് സർക്കാരിലെയും വൈദ്യുതി ബോർഡിലെയും റെഗുലേറ്ററി കമ്മീഷനിലെയും ഉന്നതർ നടത്തിയ വഴിവിട്ട നീക്കങ്ങളാണ് വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കേരളത്തെ എത്തിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് ദീർഘകാലത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടിരുന്നു. 465 മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റിന് ശരാശരി 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങാനുള്ള കരാറാണ് അഴിമതി മാത്രം ലക്ഷ്യമിട്ട് പിണറായി സർക്കാർ റദ്ദാക്കിയത്. UDF സർക്കാരിന്റെ കാലത്ത് സജ്ജമാക്കിയ പവർ കോറിഡോറും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമായിരുന്ന ദീർഘകാല കരാറും ഉപയോഗപ്പെടുത്തിയാണ് പവർ കട്ട് ഒഴിവാക്കിയെന്ന് പിണറായി സർക്കാർ മേനി നടിച്ചത്. 2 വർഷം മുൻപ് കരാർ റദ്ദാക്കിയതിനു ശേഷം 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി 6 മുതൽ 12 രൂപ വരെ നൽകി വാങ്ങിയത്. ഇതിലൂടെ ദിവസേന 15 മുതൽ 20 കോടി രൂപയുടെ നഷ്ടമാണ് ഈ സർക്കാർ വൈദ്യുതി ബോർഡിനുണ്ടാക്കിയത്. സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്ത നടപടിയാണ് ദീർഘകാല വൈദ്യുതി പർച്ചേസ് കരാർ റദ്ദാക്കൽ. അഴിമതി ലക്ഷ്യമിട്ടുള്ള ഈ തീരുമാനം റെഗുലേറ്ററി കമ്മീഷന്റേതായിരുന്നെങ്കിലും KSEB-ക്കും സർക്കാരിലെ ഉന്നതർക്കും പങ്കുണ്ട്. കരാർ അട്ടിമറിച്ചതിൽ CPM നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട്. സർക്കാർ പറയുന്നത് എന്തും ചെയ്യുന്നവരാണ് റെഗുലേറ്ററി കമ്മീഷൻ. കരാർ റദ്ദാക്കിയതിന് പിന്നിൽ ഏതൊക്കെ ഗൂഢാലോചനകളാണ് നടന്നതെന്ന് അവസാന കാലത്തെങ്കിലും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം. അഴിമതി പണം ഏതൊക്കെ പെട്ടിയിലേക്കാണ് പോയതെന്നും കണ്ടെത്തണം. ദീർഘകാല കരാറുകൾ തുടർന്നുവെങ്കിൽ ഇപ്പോഴത്തെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും നിരക്ക് വർധനയും ഒഴിവാക്കാമായിരുന്നു. 2040 വരെ കേരളത്തിന് 4 രൂപ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷനും KSEB-യും സർക്കാരും ചെയ്തത്. ഇതിലൂടെ ബോർഡിന് നഷ്ടമുണ്ടായപ്പോഴും 2000 കോടി രൂപയാണ് കമ്പനികൾക്ക് ലാഭമുണ്ടായത്. ഇതിന്റെ വിഹിതം ആർക്കൊക്കെ കിട്ടിയെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കും. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറിപ്പ്. എന്തായാലും വലിയ വിമർശനം ഈ വിഷയത്തിൽ സർക്കാരിന് നേരെ ഉയരുകയാണ്. കാരണം ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ കൊട്ടിഘോഷിച്ചതുപോലെ പവർ കട്ടില്ലാത്ത 10 വർഷം എന്നൊക്കെയാണല്ലോ. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അത് ആ ഒരു ടാഗ് ലൈൻ ഇപ്പോൾ 4ആയി കീറി മടക്കി വെച്ചിരിക്കുകയാണ്. പകൽ സമയത്തും രാത്രിയിലുമൊക്കെ ഇപ്പോൾ ഒരു കറണ്ട് പോക്ക് അത് വലിയൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, നമ്മൾ പാമ്പ് കടിയേറ്റ് ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇരുട്ടത്തും കൂടി നമ്മളെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്ത പരിതാപകരമാണ് അവസ്ഥ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.